അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ് ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം. ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. വാണിയമ്പുഴയിൽ സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും വനം വകുപ്പ് സ്ഥലം നൽകും. മന്ത്രി ഷിബു ബേബി ജോൺ. തണ്ടൻകല്ല് ഉന്നതിക്കാരെ പുനരധിവസിപ്പിക്കും. 39 കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ കൈമാറി. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ പ്രീ പ്രൈമറി സ്കൂളിനും കമ്മ്യൂണിറ്റി ഹാളിനും കരുളായി ഉൾവനത്തിലെ മുണ്ടക്കടവ് ഉന്നതിയിൽ അങ്കണവാടിക്കും വനം വകുപ്പ് സ്ഥലം നൽകുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായി 7 വർഷമായി മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ കഴിയുന്ന തണ്ടൻകല്ല് ഉന്നതിക്കാരെ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തണ്ടൻകല്ലുകാർ മുമ്പ് താമസിച്ചിരുന്ന മുണ്ടേരി വനത്തിനുള്ളിലെ സ്ഥലം വാസയോഗ്യമാണെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് നൽകിയാൽ ആ സ്ഥലം ഉടൻ കൈമാറും. ഇവിടെ വാസയോഗ്യമല്ലെങ്കിൽ പകരം ഭൂമി കേന്ദ്ര അനുമതിയോടെ 6 മാസത്തിനകം കൈമാറാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതിയിലുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വനം മന്ത്രി വനത്തിനുള്ളിലെ 36 ഉന്നതികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ നേരിൽ കേട്ട് അവയ്ക്ക് പരിഹാരം കാണുന്ന ഊര് ഉണർവ് പദ്ധതിക്ക് നിലമ്പൂർ മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. നമ്മൾ ആഗ്രഹിക്കുന്നത് വരും വർഷങ്ങളിൽ മാറ്റിയെടുക്കുക. എത്രയോ എസ് ടി ഡിപ്പാർട്ട്മെന്റ് ആയിരക്കണക്കിന് കോടി രൂപ കാലാകാലങ്ങളിൽ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ ജീവിത സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ തുക വീതിച്ച് ഈ ഓരോ കുടുംബത്തിനും കൊടുത്തിരുന്നെങ്കിൽ അവരിന്ന് ഏറ്റവും വലിയ സമ്പന്നരായാണ്. ഓരോ വർഷം ഇവരുടെ പേര് ചിലവാക്കുന്നതാണ്. നമുക്കിനി അതൊരു പ്ലാൻ ചെയ്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും ആ ജീവിത സാഹചര്യം മാറ്റുന്ന ഒരു പദ്ധതിക്കാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ തുടക്കം ഈ ഗ്രാമത്തിൽ നിന്നായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആദ്യത്തെ അത് നിങ്ങളുടെ MLA, അദ്ദേഹത്തിന്റെ പിതാവും എന്റെ പിതാവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും എന്റെ പിതാവിന്റെ മരണശേഷം അല്ലെങ്കിൽ സുഖമില്ലായതിനു ശേഷം എന്നെ ആ ഒരു ശിഷ്യനായി കണ്ട് ഞാനുമായിട്ട് ഏറ്റവും ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം ബാപ്പുട്ടി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോ MLA ആയി വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റി. നിരന്തരമായ ശല്യമാണ് നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയും. അതുകൊണ്ട് ആദ്യത്തെ സന്ദർശനം നിലമ്പൂർക്ക് തന്നെ ആകാമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വഴങ്ങിയാണ് ഇവിടെ എത്തിയത്. അതിന്റെ ഭാഗമായി എല്ലാ ഊരുകളിലേക്കും എത്തുന്ന പദ്ധതി വെറുതെ ഒരു കറങ്ങിത്തിരിഞ്ഞ് നടക്കുക അല്ല. ഇത് പഠിച്ചിട്ട് ഓരോ ഊരിന്റെ സവിശേഷത മനസ്സിലാക്കി നമുക്കൊരു പ്രക്രിയ, പുതിയ ഒരു രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സന്തോഷം, നിങ്ങളെല്ലാം കാണാനുള്ള അവസരം ലഭിച്ചതിലുള്ള സന്തോഷം കൂടി പങ്കിട്ടുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷനായി. പട്ടികവർഗ വകുപ്പുമായി സഹകരിച്ചാണ് സന്ദർശനം. വാണിയമ്പുഴ തരിപ്പപ്പൊട്ടി ഉന്നതികളിലായി 43 അപേക്ഷകരിൽ 39 കുടുംബങ്ങൾക്കുള്ള വനാവകാശ രേഖ മന്ത്രി കൈമാറി. 2 പേർക്കുള്ള രേഖ 1 മാസത്തിനകവും 2 പേരുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. വനം വകുപ്പ് സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ 500 പേരെ നിയമിക്കും. ആദിവാസി വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണന നൽകും. കായികക്ഷമതയുടെ ആദിവാസി വിഭാഗത്തിലുള്ളവരെ പരിഗണിച്ച ശേഷമേ മറ്റുള്ളവർക്ക് അവസരം നൽകൂ. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കാടിനെ അറിയുന്ന ആദിവാസി യുവാക്കൾക്ക് ഗൈഡ് കം ഗാർഡായി പ്രത്യേക പരിശീലനം നൽകി ഇവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കും. മുണ്ടേരി ഉൾവനത്തിലെ വാണിയമ്പുഴ ഉന്നതി, കരുളായി ഉൾവനത്തിലെ നെടുങ്കയം ഉന്നതി, മാഞ്ചേരി എന്നിവിടങ്ങളിലെത്തിയാണ് വനമന്ത്രി ഷിബു ബേബി ജോണും ആര്യാടൻ ഷൗക്കത്ത് MLAയും ജില്ലാ കളക്ടർ, സബ് കളക്ടർ, വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പമെത്തിയാണ് പരാതികൾ കേട്ടത്. ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് G. കൃഷ്ണൻ, CCFമാരായ K. വിജയാനന്ദ്, K. കാർത്തികേയൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൗത്ത് DFO G. ധനിക്ലാൽ, നോർത്ത് DFO P. ധനീഷ് കുമാർ, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ M. ബിബിൻ ദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ VK റോഡ്, നിലമ്പൂർ.